ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാർക്ക് വണ്ടി ട്രിപ്പ് പോവാണ്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സമയം 5:45. കൊച്ചിയിലെ വീട്ടിൽ നിന്ന് അടുത്താണ് വണ്ടർല സ്ഥിതി ചെയ്യുന്നത്. അടുത്തായതുകൊണ്ട് വണ്ടർലയുടെ മുന്നിൽ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ചീയപ്പാറയിലേക്ക് യാത്ര ചെയ്തത്. ചീയപ്പാറയിലേക്ക് പോകുന്ന വഴിയാണ് ഭൂത്താങ്കെട്ട് ഡാം എന്ന് കേട്ടതുകൊണ്ട് ഭൂത്താങ്കെട്ട് ഡാമിലേക്കാണ് ഞങ്ങൾ അടുത്തായി എത്തിയത്. അവിടുത്തെ നദിയുടെ ഭംഗിയും പിന്നെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഒരു ഫോട്ടോയും എടുത്ത് ചീയപ്പാറയിലേക്ക് യാത്ര തിരിച്ചു. റോഡിന്റെ സൈഡിൽ പണിയൊക്കെ നടക്കുന്നുണ്ട്. രണ്ട് സൈഡും നല്ല പച്ച കളർ മരമാണ്. പിന്നെ ആനന്റെ ബോർഡൊക്കെ ഉണ്ട് ക്രോസ് ചെയ്യുന്നത്. പിന്നെ സൂപ്പറാണ് വ്യൂ. അതാ JCB അല്ല ക്രെയിനടാ. ഇത് ആനന്റെ ബോർഡാണ്. ഇതിൽ കൂടെ ആനയൊക്കെ ക്രോസ് ചെയ്യും, നടന്നു പോവാണ്. പിന്നെ രാത്രിയൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം. അതായത് ഇതുപോലെയാണ് നമ്മള് അതിരപ്പള്ളിന്റെ റോഡ്. അല്ല, ഇത് വീതിയാക്കാനല്ല, ഇതൊക്കെ പാട്ട് വെക്കാൻ പറ്റില്ല, അതല്ലേ. ഗൈസ്, അങ്ങനെ നമ്മൾ ചീയപ്പാറ എത്താനായിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ചീയപ്പാറ വാട്ടർഫാൾ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളം നല്ല ശുദ്ധമാണ്, കുടിക്കാനൊക്കെ പറ്റും. ഇവിടെ കുറേ ജനങ്ങളും ഉണ്ട്. അതാ കണ്ട ഗൈസ്, മേലെ നിന്നൊക്കെ വീഴുന്നത്. ഫോട്ടോ പിന്നെ വീഡിയോ ഉണ്ട്. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഗ്രൂപ്പായിട്ട്. ഞങ്ങളെല്ലാവരും കൂടി ചീയപ്പാറ വാട്ടർഫാള് സൂപ്പറായി കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ഇനി പോണത് എരവിക്കുളം നാഷണൽ പാർക്കിലാണ് പോണത്. ഹലോ ഗൈസ്, ഞങ്ങളിവിടെ മൂന്നാറിൽ. ഇവിടെ വന്നാൽ തിരിച്ചു പോവാനേ തോന്നില്ല, അത്രയും ഭംഗിയാണ് ഈ വാട്ടർഫാൾസ്. കാറിൽ പോകണം. കാറിനാണ് ഇവിടെ ആനയൊക്കെ ക്രോസ് ചെയ്യുന്നൊക്കെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഞങ്ങളിനി നേരെ മൂന്നാറിലേക്ക് പോകണം ഗൈസ്. എന്നാ ഞങ്ങൾ അങ്ങനെ എരവിക്കുളം നാഷണൽ പാർക്കിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ റോഡിലൂടെ കാർ ഓടിച്ചു പോകാൻ നല്ല രസമാണ് എന്നാണ് മാം പറഞ്ഞത്. ഈ യാത്ര ഞങ്ങളും നന്നായി എൻജോയ് ചെയ്യുകയാണ്. അതുപോലെയാണ്.
ഹായ് ഗോയ്സ്, അങ്ങനെ നമ്മൾ മൂന്നാർ എത്തിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, ഇവർ സൂചിപ്പിച്ച പോലെ ഞങ്ങളങ്ങനെ ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ ഒരു താഴ്വരയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു നീണ്ട നിരയുള്ള ഒരു ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ കാരണം ഞങ്ങളൊന്ന് അന്വേഷിച്ചപ്പോൾ വീതി കുറവൊക്കെ ആയതുകൊണ്ട് വലിയ വാഹനങ്ങൾ പാസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വണ്ടി സൈഡാക്കി നിർത്തി കുറേ നേരം ബ്ലോക്ക് തീരാനായിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ബസ്സൊക്കെ പാസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങി. മുകളിലോട്ട് കയറുമ്പോൾ ഞങ്ങൾ ചുറ്റും നോക്കാൻ നല്ല ഭംഗിയായിരുന്നു. ഈ തേയില തോട്ടങ്ങളും പിന്നെ കുറേ റിസോർട്ടുകളും അങ്ങനെ കുറേ കാഴ്ചകൾ നമുക്ക് ഇവിടെ മൂന്നാർ വന്നാൽ കാണാൻ കഴിയും. അത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങളിവിടെ തീർച്ചയായും ഇവിടെ വരണമെന്നാണ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ മൂന്നാറാവട്ടെ ഏതെങ്കിലും ഒരു ഹിൽ സ്റ്റേഷൻ ആവട്ടെ, അത് ബൈക്കിൽ കയറാൻ വളരെയധികം രസകരമായ ഒരു അനുഭവമാണ്. ഇപ്പോൾ ഈ എൻ്റെ മുമ്പിലൂടെ ബൈക്കിൽ യാത്ര ചെയ്തു പോകുന്നവരെ കാണുമ്പോൾ എനിക്കും ഒരു ദിവസം മൂന്നാർ ബൈക്കിൽ വരണമെന്നാണ് തോന്നിയത്. ഇങ്ങനെ ബൈക്കിൽ ഏതെങ്കിലും ഹിൽ സ്റ്റേഷൻ കയറുന്നത് വളരെ നല്ലൊരു ഫീലാണ്. അത് ബൈക്കിൽ പോകുന്നവർക്കേ അതിൻ്റെ ഫീൽ ശരിക്കും കിട്ടുള്ളൂ. ഞങ്ങളുടെ കൂടെയുള്ള ഈ പിള്ളേരാണ് ഈ ട്രിപ്പ് നന്നായി എൻജോയ് ചെയ്യുന്നത്. ഇവിടുത്തെ കാണുന്ന കാഴ്ചകളെക്കുറിച്ചും ഇവിടെ കാണുന്ന എല്ലാ സംഭവത്തിനെക്കുറിച്ചും വളരെയധികം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോടയും മഴയും ഒപ്പം വരുന്നു. പിന്നെ ഇപ്പോൾ ചുറ്റും കാണുന്ന മല, തേയിലത്തോട്ടം, മരങ്ങൾ എല്ലാം ഇവർ ആസ്വദിക്കുന്നുണ്ട്. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടുത്തെ ചായയൊക്കെ നല്ല ടേസ്റ്റാണെന്നാണ് ഇവരുടെ അഭിപ്രായം. പക്ഷെ കുടിച്ചു നോക്കിയപ്പോൾ ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് മാഗിയും കഴിച്ചു. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും മുകളിലോട്ട് കയറാൻ തുടങ്ങി. കുറച്ചു നേരം കാറ്റ് കൊള്ളാനായി ഞങ്ങൾ കുറച്ച് വിൻഡോ തുറന്നപ്പോഴാണ് മൊത്തം തേയിലയുടെ ഒരു സ്മെല്ലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഈ പച്ച തേയില. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്കൊരു ടീ ഫാക്ടറി കാണാൻ കഴിഞ്ഞു. ഈ ടീ ഫാക്ടറി പോയി കഴിഞ്ഞാൽ നമുക്ക് അവരെല്ലാം പറഞ്ഞു തരും എങ്ങനെയാണ് ഇല നുള്ളിയെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ പ്രോസസ്സുകളിലൂടെ കടന്നാണ് നമുക്ക് കവറിൽ കിട്ടുന്ന ഈ തേയില ശരിക്കും റെഡിയാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നിർമ്മിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവർ നമുക്ക് പറഞ്ഞുതരും. ഗൈസ്, വിഷുവും ഈസ്റ്ററും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല ഞങ്ങൾ പോയാൽ ഇരവിക്കുളം നാഷണൽ പാർക്കിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒട്ടും തെറ്റിയില്ല. ഞങ്ങൾ ഇരവിക്കുളം നാഷണൽ പാർക്ക് എത്തി. പാർക്കിങ്ങിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഇന്ന് തിരക്കായതുകൊണ്ട് പാർക്കിംഗ് ഇല്ല. അങ്ങനെ ടിക്കറ്റ് എടുക്കാനായി കുറേ നേരം ലൈനൊക്കെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ മുകളിലൂടെ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ മുകളിലൂടെ പോകും തോറും ഈ മോഹൻലാൽ പറഞ്ഞ പോലെ മുകളിലേക്ക് പോകും തോറും കടുപ്പം കൂടും. അതുപോലെ മുകളിലേക്ക് പോകും തോറും നമുക്ക് വളരെയധികം സന്തോഷവും കൂടും. അത്രയും രസകരമായ കാഴ്ചകളാണ് നമുക്ക് മുകളിലോട്ട് പോകുന്നവർ കാണാൻ കഴിയുന്നത്. ഈ കാണുന്ന തേയില താഴ്വരകളെല്ലാം വളരെയധികം ഭംഗിയാണ്. പിന്നെ മുകളിലോട്ട് പോകുന്നതോറും നമുക്ക് ഈ കോടമഞ്ഞ് ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഒത്തുവരും. എൻ്റെ അഭിപ്രായത്തിൽ ഈ മൂന്നാറിൽ വന്നാൽ ഇരവിക്കുളം നാഷണൽ പാർക്കാണ് ഏറ്റവും വൃത്തിയായിട്ടുള്ള ഒരു പ്ലേസ്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ വരയാടുകളാണ്. ഇവിടെ വന്നാൽ നമുക്ക് 1, 2, 3
വരയാടുകളെ കാണാൻ കഴിയും. അധികമൊന്നും കാണാൻ കഴിയില്ല. അത് കാണാൻ കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അതുകൂടാതെ നീലക്കുറിഞ്ഞി പൂക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് അതുകൂടി കാണാൻ കഴിയും. അതും ഒരു ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇത് ഈ കാണുന്ന ഒരു വരയാടാണ്. ഇപ്പോൾ കണ്ടില്ല ഒന്ന്. ഇതുപോലെ 1-2 കാണാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തിയിരിക്കുകയാണ്. ബസ് ഒരു പരിധി വരെ പോവുള്ളൂ. അപ്പോൾ അതുവരെ പോയിട്ട് ഞങ്ങൾ ഇറങ്ങി പിന്നെയും മുന്നോട്ട് ഒരു കിലോമീറ്ററോ 2 കിലോമീറ്ററോ നമുക്ക് നടക്കാൻ കഴിയും. അങ്ങനെ കുറേ ദൂരം ഞങ്ങൾ നടന്നു. അവിടുത്തെ കോടമഞ്ഞൊക്കെ ആസ്വദിച്ചു. അവിടുന്ന് താഴേക്ക് നോക്കുന്ന ആ വ്യൂ വളരെ അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ടോപ്പിൽ പോയിട്ട് അവിടെ എന്താണ് ഉള്ളതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം വരെ യാത്ര ചെയ്തു. അവസാനം വരെ എത്തിയിട്ട് അവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ടായിരുന്നു. ആ ഫോട്ടോ പോയിന്റിൽ നിന്ന് ഞങ്ങളൊരു ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ ബസ് കയറാനായി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ ടോപ്പിൽ ചെന്ന് അവിടെയുള്ള ഫോട്ടോ പോയിന്റിൽ നിന്ന് ഒരു ഫോട്ടോയും എടുത്ത് അവിടെ നിന്ന് ബസ് കയറി തിരിച്ച് ഞങ്ങൾ ഇറങ്ങി നോക്കിയപ്പോൾ സമയം 4:30. സോ അതുകൊണ്ട് വേറെയുള്ള പ്ലാനുകളെല്ലാം സ്കിപ്പ് ചെയ്ത് ഞങ്ങൾ തെങ്ങോടുള്ള വീട്ടിലേക്ക് തിരിച്ചു. വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.